നമസ്കാരവും വ്രതാനുഷ്ഠാനങ്ങളും അതുപോലെ ദാനധർമ്മങ്ങളും അധികരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആലാപനം ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ തഖ്വ പ്രതിഷ്ഠിക്കുകയും അത് ജീവിതകാലം മുഴുവനും നിലനിർത്തി ശാശ്വതമായ പരലോക വിജയം കരസ്ഥമാക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, നാം മുസ്ലിങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമെല്ലാം അസ്വസ്ഥതകളും അശാന്തിയും അസമാധാനവും വളർന്നു വരുമ്പോൾ നമ്മുടെ ആ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ വീണ്ടെടുക്കുവാനും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാന്യനായ മുസ്തഫ ഉദവി അവരുടെ വളരെ പഠനാർഹമായ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അത് പകർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള വേദികളും സംഗമങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കുവാനും ഇൽമിൻ്റെ സദസ്സിലിരുന്നു കൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കുന്നതോടൊപ്പം അത് പകർത്തി നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കും അതിനുള്ള സാഹചര്യമൊരുക്കിക്കൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധന പ്രചരണത്തിന് പങ്കാളികളാകുവാനും ദീനിൻ്റെ വാഹകരും സേവകരുമാക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب.
بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم يهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر ألهاكم التكاثر حتى زرتم المقابر ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم اثنتان يكرههما ابن آدم يكره الموت والموت خير للمؤمن والموت خير للمؤمن من الفتنة ويكره قلة المال وقلة المال أقل الحساب فلما قسى قلبي وضاقت مذاهبي جعلت رجائي نحو وعفوك سلما تعظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما وما زلت ذا عفو عن الذنب لم تزل تجود وتعفو منة وتكرما تو اے بشر جہاں سے جس دم روانہ ہوگا کوئی نہ ساتھ دے گا اور تو بے سامان ہوگا تو اے بشر جہاں سے جس دم روانہ ہوگا کوئی نہ ساتھ دے گا اور تو بے سامان ہوگا نہلا کے تجھ کو ساتھی کفن کے لے چلیں گے نہلا کے تجھ کو ساتھی کفن کے لے کے چلیں گے پڑھ کر جنازہ تیرا پھر ساتھ چھوڑ دیں گے صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللہم صلی علی محمد ربی صلی علیہ وسلم സമാധരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുവാൻ നേതൃപരമായി നമുക്ക് വഴി കാണിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അത് നമ്മുടെ നാട്ടിൽ നിലനിർത്തുവാൻ മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ കെട്ടിപ്പടുത്തുയർത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന
സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെ ഒരു വേദി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്ത് നേതൃത്വം നൽകിയ കണ്ണൂർ ജില്ലാ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാക്കളെ, പരിശുദ്ധമായ റമദാനിൻ്റെ പകുതിയിലെത്തി നിൽക്കുന്ന ഈ സമയം ജഗനിയന്താവായ റബ്ബിനോട് മനമുരുകി ദുആ ചെയ്യുവാനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നിവിടെ എത്തിച്ചേർന്ന ആദരണീയരായ എൻ്റെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ ഐഹിക ലോകത്ത് ഒന്നിക്കാനും ഒരുമിക്കാനും തൗഫീഖ് നൽകിയ പോലെ അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ വീടായ സ്വർഗത്തിൽ നമ്മുടെ നേതാവ് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒന്നിച്ചു ചേരാൻ ഈ വേദി അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഒരേ കാലത്ത് ജനിക്കാൻ കഴിയുകയും ഒരേ വഴിയിൽ ഒന്നിക്കാൻ കഴിയുകയും ചെയ്തതുകൊണ്ടാണ്, ആ സൗഭാഗ്യം അല്ലാഹു നൽകിയതുകൊണ്ടാണ് നമുക്ക് കാണാനും പരിചയപ്പെടാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ അവസരമുണ്ടായത്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് ആളുകൾ കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ഓരോ നാട്ടിലെയും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രതിനിധികളായി നിലകൊള്ളാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന രംഗത്ത് സേവനങ്ങൾ അർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു കനിഞ്ഞു നൽകിയ വിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാക്കാതിരിക്കുമാറാകട്ടെ. ജഗനിയന്താവായ കാരുണ്യവാനായ റബ്ബേ, ഒരുപാട് റമദാനുകൾ ഞങ്ങൾക്ക് ഇനിയും സ്വാഗതം ചെയ്യാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പരിപാടി ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഇത് 12 ദിവസവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത്. ആ റബ്ബിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ആ റബ്ബിനോടുള്ള കടപ്പാട് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവൻ ചെയ്ത അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും, ജീവിതം മുഴുവൻ സുജൂദിൽ കിടന്നാലും തീരാത്തത്രയും അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മൾ ഈ ചെയ്തതൊക്കെയും അവൻ നമുക്ക് ചെയ്തു തന്നതിന് ശുക്റായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്നും ദുആ ചെയ്യുകയാണ്. ഇന്ന് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന വളരെ പ്രവിശാലമായ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രതിപാദിച്ചു, സംസാരിച്ചു. അതൊന്നും ആ വിഷയത്തിൻ്റെ പൂർണ്ണതയോ പരിസമാപ്തിയോ അല്ല. നമ്മളതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിജ്ഞാനം കുറഞ്ഞുപോയി സാധു എനിക്കറിയാവുന്നിടത്തുനിന്നൊക്കെ കുത്തിക്കുറിച്ച് പറഞ്ഞതു മാത്രമാണ്. മഹാരഥന്മാരായ ആലിമീങ്ങളുടെ ആ ഇൽമിൻ്റെ വഴിയിൽ എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് കാര്യമായി പ്രസംഗമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതൊക്കെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ ഉള്ള തൗഫീഖിന് വേണ്ടി ജഗനിയന്താവായ റബ്ബിനോട് മനമുരുകി ദുആ ചെയ്യലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദുആ ചെയ്യാൻ നമുക്ക് നേതാക്കൾ വരും. പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയാനും കഴിഞ്ഞത്. അല്ലാഹു ആ കുടുംബത്തിന്
നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിലെ ഒരു നിധിയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഒരു മനുഷ്യൻ മഹാനാണോ എന്ന് തിരിച്ചറിയൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കിയിട്ടാണ്. നാവ് കൊണ്ട് അദ്ദേഹം ജനിച്ചതിന് ശേഷം അനാവശ്യമായ ഒരക്ഷരം സംസാരിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതാണ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഒരുപക്ഷെ മഹാനവരകളുടെ പ്രസംഗത്തിനിടക്കായിരിക്കും വരിക. ഞാൻ തങ്ങളവരകൾ വന്നിവിടുന്നത് പറയുമ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. മഹാനായ തങ്ങളവരുടെ കൂടെ ഒരു പരീക്ഷണാർത്ഥം ഒരാഴ്ചയോ ഒരു ദിവസമോ നിങ്ങൾ നടന്നാൽ മനസ്സിലാവും. ആവശ്യത്തിനല്ലാതെ അതും പലപ്പോഴും അത്യാവശ്യത്തിനല്ലാതെ നാവ് കൊണ്ട് ഒന്നും സംസാരിക്കാത്തൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ വിജയവും അതുതന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, വൽഹഖുബ്നാസ ഫിന്നാരി ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, അധിക ജനങ്ങളെയും നരകത്തിൽ കൊണ്ട് വീഴ്ത്തുന്നത് അവരുടെ നാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ ഒരു ലക്ഷണമാണ് അവർ നാവ് വളരെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കൂ എന്നത്. മഹാനവരകൾ ഇവിടെ വരും. ഉദ്ഘാടനമാണെങ്കിലും ആ ഒരു 2 വാക്ക് നമ്മുടെ സദസ്സിലുണ്ടാകൽ നമുക്ക് ബർക്കത്താണ്. ഒന്ന് മുത്ത് റസൂലിൻ്റെ പരമ്പരയിലെ 40ാമത്തെ കണ്ണിയെ നമുക്ക് ആ നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ സ്നേഹിക്കുന്നു മനസ്സ് നിറയെ. ആ നബി പറഞ്ഞതൊക്കെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാലും ആ സ്നേഹം ഒരിക്കലും നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്നും പറഞ്ഞൊതുക്കാമെന്നും പറയാൻ കഴിയാത്ത വിധം അത്രയും നമ്മുടെ കൽവിൽ രൂഢമൂലമാണ്. നമുക്ക് ആ മതി എന്ന് തീരുമാനിക്കലാണ് ഈ സദസ്സിൻ്റെ ഒരു സന്ദേശം. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരോട് ആ നബി മതി എന്ന് തീരുമാനിക്കലാണ്, ആ നേതാവ് മതി നമുക്കെന്ന് തീരുമാനിക്കലാണ് ഈ സദസ്സിൻ്റെ ഒരു സന്ദേശം. അതിൽ കൊണ്ടുകൊണ്ടാകണം എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടത് എന്ന് ഞാൻ ആദ്യം എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. തങ്ങളവിടെ ഇവിടെ വരും, ഉദ്ഘാടനം ചെയ്യും, ദുആ ചെയ്യും. അവസാനം മഹാനായ ഉമർ ഉസ്താദ് അവറുകൾ ഈ വേദിയിൽ എത്തിച്ചേരും ദുആക്ക് നേതൃത്വം നൽകാൻ. അതുകൊണ്ട് ദുആ പ്രധാനമാണ്. അല്പസമയം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ജന്നാത്തുൻ നഈമിലും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്നതാണ് നമ്മുടെ വിഷയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത്, നമ്മളോട് അനുവർത്തിക്കാനും ഓർമ്മിപ്പിക്കുവാനും റസൂലുള്ളാഹി പറഞ്ഞത് ഈ ഒരു സംഗതിയാണ്. മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് വന്നതും ഈ സംഗതി പറയുവാനാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ദീർഘകാലവും സംസാരിച്ചതും ഇതുതന്നെയാണ്. മനുഷ്യൻ ശാശ്വതനായി ഭൂമിയിൽ വസിക്കാനുള്ളവനല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടത്തിലെ ഒരു ഇടം മാത്രമാണ് ഭൂമി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മനുഷ്യൻ്റെ യാത്ര റൂഹുകളുടെ ലോകത്ത് നിന്ന് തുടങ്ങുകയാണ്. ആത്മാവിൻ്റെ ലോകത്ത് നിന്ന് തുടങ്ങുന്നവൻ്റെ യാത്ര അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്നു. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിലൂടെ ലോകത്ത് വരാനുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു അണുരൂപത്തിൽ സൃഷ്ടിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. എല്ലാവരെയും ഒരു വിശാലമായ മൈതാനിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചു. അന്നവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും ഈ വിഷയം സമ്മതിച്ചതാണ്. ഞാനുണ്ടെന്ന്, നിങ്ങളോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാധുവായ ഞാനന്നുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുണ്ട്, പ്രപഞ്ചഭൂമിയിൽ കഴിഞ്ഞു പോയ ഇനി വരാനുള്ള ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുമുണ്ട് എന്ന് പറഞ്ഞതാരാ? ഷഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത്രേ, ബലാ, അതേ അല്ലാഹുവേ, നീ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാണ് ഒന്നാം ലോകം, റൂഹുകളുടെ ലോകമാണത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാംസം പ്രായമാകുന്ന മാംസപിണ്ഡത്തിലേക്ക് ഈ റൂഹുകളുടെ ലോകത്ത് നിന്ന് ഒരാത്മാവ് കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ റൂഹുകളുടെ ലോകത്ത് നിന്ന് 2ാം ലോകമാകുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഏകദേശം 10 മാസക്കാലത്തോളം നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ സുപ്രഭാതത്തിൽ പ്രസവിക്കപ്പെട്ടു. ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നു. 2ാം ലോകത്ത് നിന്ന് 3ാം ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ 3-ലേക്ക് നമ്മൾ വന്ന പോലെ 3-ൽ നിന്ന് നമ്മൾ 4-ലേക്ക് പോകും. അതാണ് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക്, 3-ൽ നിന്ന് 4ാം ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതിനാണ് നമ്മൾ മരണം എന്ന് പറയാറുള്ളത്. എങ്ങനെ 2-ൽ നിന്ന് 3-ലേക്ക് ജനിച്ചതിന് ജന്മം എന്ന് നമ്മൾ പറയുന്ന പോലെ 2-ൽ 3-ൽ നിന്ന് 4-ലേക്ക് നമ്മൾ പോകുന്നു. 4ാമത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതമാണ്, ബർസഖിയായ ജീവിതം എന്ന് പറയും. ആ ജീവിതത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നതും. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന പോലെ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഭൂമിയെക്കുറിച്ച് ഉമ്മുക്കും, നിങ്ങളുടെ എല്ലാവരുടെയും ഉമ്മയാണ് ഭൂമി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണല്ലോ. ആ ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മയായ ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ കിടന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ കിടക്കണം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് 3ാം ജീവിതമാകുന്ന ഐഹിക ലോകത്തേക്ക് നമ്മൾ ജനിച്ചു വീണ പോലെ ഭൂമിയാകുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് 5ാം ലോകമാകുന്ന മഹ്ശറയിലേക്ക് നമ്മൾ പുനർജന്മം ചെയ്ത് എഴുന്നേറ്റ് വരുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ അധ്യാപനങ്ങൾ നിറഞ്ഞു നിന്നത് മുഴുവൻ ഇതാ. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, ഈ ഒരു ചിന്ത മനുഷ്യനുണ്ടെങ്കിൽ ഈ മനുഷ്യന് നന്നാവാനും കഴിയും. ശാശ്വതനല്ല ഞാൻ ഈ ഭൂമിയിൽ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രപഞ്ചനാഥനായ എന്നെ സൃഷ്ടിച്ചവനാരാണോ അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്ന ബോധം മനുഷ്യനില്ലാത്ത കാലത്തോളം മനുഷ്യനെ നന്നാക്കാനും കഴിയില്ല, മനുഷ്യനെ നന്നാവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും 2 നേരം, ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയം നിങ്ങൾ ചിന്തിക്കണമെന്ന റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത്. ഏറ്റവും ചുരുങ്ങിയത് 2 നേരം. ഒന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയേണ്ടത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. ഉറക്കം മരണത്തോട് സമമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിഷയത്തിലും ഉറക്കന് മരണത്തോട് സാമ്യമുണ്ട്. ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഭാഗികമായി പിടിച്ചെടുക്കുകയാണ്, ഭാഗികമായി പിടിച്ചെടുക്കുന്നു അള്ളാഹു. പിന്നീട് രാവിലെ അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ റബ്ബിന് താല്പര്യമുണ്ടെങ്കിലേ ആത്മാവ് പൂർണ്ണമായി അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിലും അയാൾ പിന്നെ കാലാകാലത്തേക്ക് മരണപ്പെട്ടു പോവുകയാണ്. എത്ര ആളുകളുണ്ടങ്ങനെ നമ്മുടെ തന്നെ അനുഭവത്തിൽ. രാത്രി അവർ പോയി കിടന്നുറങ്ങിയതാണ്, രാവിലെ വിളിച്ചുണർത്തി നോക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, അനങ്ങുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങി. ഭർത്താവ് നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല ആരോഗ്യമുള്ള ഭർത്താവ്, ഒരു കുഴപ്പവുമില്ല. 2 പേരും കിടന്നുറങ്ങിയതാണ്. രാവിലെ ഭാര്യ എഴുന്നേറ്റു. ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോൾ, ശരീരം സ്പർശിച്ചു നോക്കുമ്പോൾ തണുത്തുറഞ്ഞു പോയിട്ടുണ്ട്. അതായത് രാത്രി 2 പേരും ഒട്ടിച്ചേർന്ന് കടന്നുറങ്ങിയ 2 പേർ. അതിൽ ഒരാളുടെ അടുത്ത് അസ്രായീൽ വന്ന് റൂഹെടുത്തു കൊണ്ടുപോയത് അടുത്ത് ചേർന്ന് കിടക്കുന്നയാൾ അറിഞ്ഞില്ല. അല്ലാഹുവേ, ഉറക്കത്തിൽ സംഭവിക്കുന്ന മരണത്തിൽ നിന്ന്, അറിയാതെ ഉള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാനിട്ട് കിടന്നുറങ്ങുന്ന ഞങ്ങളെ അല്ലാഹുവേ, പിന്നെ അതിൽ നിന്ന് ഉണരാതെ എഴുന്നേൽക്കാതെ ഖബറിലെത്തിച്ചേരുന്ന അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരാൾ ഒരു ചെറിയ മരണം കഴിഞ്ഞെഴുന്നേറ്റ് വരുന്നയാളെ പോലെയാണ്. അതുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. എന്നിട്ട് എന്തിനാണ് ആ ഒരു ഓർമ്മ ആ സമയത്തുണ്ടാക്കുന്നത്? ഇനി ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വിഷയത്തിലും അവന് ഈ ഒരു ചിന്ത നിയന്ത്രണമാകണം. അതല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ, വിശുദ്ധ ദീനാണ് എൻ്റെ സഹോദരങ്ങൾ, ശ്രദ്ധിക്കണം. സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഖിബലക്ക് മുഖമായി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ഏതാണ് ഓർമ്മിപ്പിക്കുന്നതെന്നറിയുമോ? ഖബറിൽ ഒരു മനുഷ്യനെ കിടത്തൽ അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റു, ഈ ദിക്റ് ചൊല്ലി, വുളൂ ചെയ്തു, സുബഹിയുടെ സുന്നത്തും നമസ്കരിച്ച് ഖിബലക്ക് തിരിഞ്ഞിട്ട് കിടക്കുകയാണ്, മുഖം തിരിച്ചിട്ട്. എന്താണ് അയാൾ ഓർക്കുന്നത്? അല്ലാഹുവേ, ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഞാൻ ഇതുപോലെ ഖബറിൽ ചെന്ന് കിടക്കാം റബ്ബേ, നിന്റെ മുമ്പിലേക്ക് ഞാൻ ആനയിക്കപ്പെടാം തമ്പുരാനെ. ഈ ഒരു ചിന്തയിൽ നിന്നൊരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് അയാളുടെ ഏത് ക്രയവിക്രയത്തിലേക്ക് ഇറങ്ങിയാലും അയാൾക്ക് അങ്ങനെ അബദ്ധം സംഭവിക്കാനാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതൊരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നതാണ്. ഈ ഒരു ചിന്തയില്ലേ മനുഷ്യന്റെ ജീവിതത്തിന് നിയന്ത്രണം ഉണ്ടാവുകയില്ല. മറ്റൊന്നോ റസൂലുള്ള പറഞ്ഞത് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ സ്വലാത്തു ചൊല്ലണമെന്ന് ഞാൻ കാര്യമായി വിഷയത്തിൻ്റെ ഗഹന ഭാഗത്തേക്ക് ഇറങ്ങി ചൊല്ലുന്നൊന്നുമില്ല. അതിനുള്ള സമയവും നമുക്കുണ്ടാവുകയില്ല. വിഷയം വളരെ പ്രവിശാലമാണ്. ഇതിൽ മരണം പറയണം, മരണത്തിൻ്റെ രംഗം പറയണം, ഖബറിൻ്റെ അവസ്ഥ പറയണം. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രവിശാലമായി വിഷയം സംസാരിച്ചു തീർക്കാനും കഴിയില്ല. ഞാനിത് ഓർമ്മപ്പെടുത്തൽ മാത്രം. ഭയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഖൽബുകൾക്ക് ആദ്യം ഈ പറയുന്ന സാധുവായ എനിക്ക് ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിൽ ഈ പരിപാടി നടക്കുമ്പോൾ നിങ്ങളോടൊപ്പം കേൾവിക്കാരനായി ഉണ്ടാകാൻ സൗഭാഗ്യമുണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആദ്യം ഈ പറയുന്ന എന്നോട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഖൽബിനെ ഒന്ന് ഭയപ്പെടുത്താൻ ചില സംഗതികൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ടാമത് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴാണ്. വൈകുന്നേരം വരെ ജീവിക്കാൻ അവസരമുണ്ടായി, രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ അയാൾ പറയണം, ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ. അല്ലാഹുവേ, ഇന്ന് വൈകുന്നേരം വരെ ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകി, ജീവിതം നൽകി. ഞാനിതാ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങാതിരിക്കാൻ കഴിയില്ല റബ്ബേ, കാരണം ശരീരം ക്ഷീണിച്ചു പോകും. ഉറങ്ങാൻ ഭയമുണ്ട്, കാരണം ഈ ഉറക്കത്തിൽ അവസാനത്തെ ഉറക്കമായി പോയെങ്കിലോ. അതുകൊണ്ട് ഇതാ എല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന രാജാതിരാജനായ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വുളൂ ചെയ്യണം. ഏതുപോലെ ഒരു മയ്യിത്തിന് അവസാനം വുളൂ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, മയ്യിത്ത് കുളിപ്പിക്കുന്നതിനോടനുബന്ധമായി. പിന്നെ അയാൾ വുളൂ ചെയ്യാറില്ല. പിന്നെ ആ മയ്യിത്തിനെ നേരെ ഖബറിൽ കൊണ്ടുപോയി വെക്കാറാണ്. അതുപോലെ കടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വുളൂ ചെയ്യണം. ഒരു പക്ഷേ ഇനി വുളൂ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് വുളൂയോടുകൂടെ നിങ്ങൾ കിടക്കണം. കിടന്നിട്ടോ അതിനു മുമ്പ് നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം, വുളൂ ചെയ്യണം. ഖിബലക്ക് നേരെ മുഖം തിരിച്ച് നിങ്ങൾ കിടക്കണം. ഏതുപോലെ? ഖബറിൽ മയ്യിത്ത് കിടക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ പറയണം, ബിസ്മിക റബ്ബി, രാജാതിരാജനായ റബ്ബേ, ഞാനിതാ ഇവിടെ നിന്റെ നാമത്തിൽ കിടക്കുകയാണ്. വലഅതു ജംബി, ഞാൻ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കിടക്കുന്നു റബ്ബേ. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു. നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നാളെ ഞാൻ ഈ കിടക്കുന്ന മെത്തയിൽ നിന്ന് എഴുന്നേൽക്കു തമ്പുരാനെ. ഇൻ അംസക്ത നഫ്സി, ഈ കിടത്തത്തിൽ നീ എൻ്റെ റൂഹ് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ഫർഹമഹാ, അതിനോട് നീ കരുണ ചെയ്യണം റബ്ബേ. മരണത്തെ ഓർത്ത് വേണം കടന്നുറങ്ങാനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ കിടക്കാനാ പറഞ്ഞത്?
റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടപാടുകളും വസിയത്തും മുഴുവൻ എഴുതി വച്ചാകണം നിങ്ങൾ കിടന്നുറങ്ങേണ്ടത്. നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യതകൾ ബാക്കി വരാൻ പാടില്ല. ബാധ്യത ബാക്കി വന്നയാൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് വല്ല വസിയത്തും ചെയ്യാനുണ്ടെങ്കിൽ അയാൾ യബീതു ലൈലതൈനി ഇല്ലാ വസിയത്തുഹു മക്തൂബത്തുൻ ഇൻദ, അയാളുടെ വസിയത്ത് എഴുതി വെച്ചിട്ട് വേണം അയാൾ കടന്നുറങ്ങാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രധാനമായി ഒരു ദിവസം 2 നേരം നമ്മൾ ഓർത്തിരിക്കണം. അത് ഓർത്തവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. വേറെ ചില ആളുകൾ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നവരാ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മഹാന്മാരായ ചില ആളുകളെ പോലും മഹാന്മാരാക്കിയത് ഈ ചിന്തയായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വായിക്കാറില്ലേ, ഔലിയാക്കളുടെ ലോകത്തൊരു മഹാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഔലിയാക്കളുടെ മഹോന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയത് മരിച്ചു പോകണം എന്ന ചിന്തയായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വേട്ടക്ക് പോകാറുണ്ടായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം, ബൽഖ എന്ന് പറയുന്ന നാട്ടിൻ്റെ അധിപനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം സാധാരണ പോലെ ഒരു ദിവസം വേട്ടക്ക് പോയതാണ്. വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ കൊട്ടാരം അടിച്ചു വൃത്തിയാക്കുന്ന വെള്ളാട്ട് സ്ത്രീ താൻ കിടന്നുറങ്ങുന്ന മെത്തയിൽ കിടന്നുറങ്ങുന്ന രംഗമാണ്. ബൽഖായുടെ അധിപന് ദേഷ്യം വന്നു. കയ്യിലുണ്ട ചാട്ടവാറുകൊണ്ട് അടിമയെ ക്രൂരമായി അടിച്ചപ്പോൾ ഈ സ്ത്രീ ആദ്യം ചിരിച്ചു, രണ്ടാമത് കരഞ്ഞു. രാജാവിന് അത്ഭുതമായി, ഞാൻ ഇത്ര ക്രൂരമായി പ്രഹരിച്ചപ്പോൾ എന്തേ ഈ പെണ്ണാദ്യം ചിരിച്ചത്, രണ്ടാമത് കരഞ്ഞത്? രാജാവ് ചോദിച്ചു, ഞാൻ അടിപ്പിച്ചപ്പോൾ വേദനിച്ചില്ലേ? അവൾ പറഞ്ഞു, വേദനിച്ചു. പിന്നെ എന്തേ നീ ആദ്യം ചിരിച്ചത്? അപ്പൊ പറഞ്ഞു, രാജാവേ, ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ലാത്ത അടിമപ്പെണ്ണാണ് ഞാൻ. ജീവിതത്തിൽ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ അടിമയാണ്, ജന്മം മുതലേ ഞാൻ അടിമയാണ്. അങ്ങയുടെ കൊട്ടാരത്തിലെ വെപ്പാട്ടിയാണ് ഞാൻ. അങ്ങില്ലാത്ത സമയം അങ്ങയുടെ റൂമൊന്ന് അടിച്ചു വൃത്തിയാക്കാൻ ഞാൻ അങ്ങയുടെ റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ ഇവിടുത്തെ സുഖം അനുഭവിച്ചപ്പോൾ ഈ കണ്ട മെത്തയിൽ ഒന്ന് കിടന്നപ്പോൾ ഞാൻ ഉറങ്ങണം എന്ന് കരുതി കിടന്നതല്ല. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങ് വരുന്നതിന് മുമ്പ് എഴുന്നേൽക്കാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. ഞാൻ ഈ സമയം രണ്ടാമത് ഞാൻ കരയാറുള്ളൂ. അത് ഇങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആദ്യം ചിരിച്ചത്. എന്നാൽ രണ്ടാമത് ഞാൻ കരഞ്ഞതോ, ഒരല്പസമയം ഞാൻ ഇവിടെ കിടന്നതിന് നിങ്ങൾ എന്നെ ഇത്രമാത്രം ക്രൂരമായി പ്രഹരിച്ചുവെങ്കിൽ സദാസമയവും ഈ മെത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളെ രാജാതിരാജനായ അല്ലാഹു എന്തുമാത്രം പ്രഹരിക്കുമെന്നോർത്തുകൊണ്ടാണ്, എൻ്റെ യജമാനനായ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇബ്രാഹിം അദ്ഹമിന്റെ മനസ്സിലത് മാറ്റമുണ്ടാക്കി. ഇബ്രാഹിം അദ്ഹമദ ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്ക് ചിന്താ നിമഗ്നനായി കൊട്ടാരം വിട്ടോടുകയാണ്. കിരീടത്തിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം അദ്ഹം, ബൽഖ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപൻ. ചരിത്രം പരിശോധിച്ചു നോക്കൂ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഭരണം വലിച്ചെറിഞ്ഞോടിപ്പോയി മക്കയിലേക്ക് ഓടിച്ചെന്നു. വൈതംതുൽ അയാലലൈ തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ അയാല ലൈകൈ അറാക न बचे चाहता हूँ न बीवी चाहता हूँ न माल चाहता हूँ बस खुदा तेरी रिजा चाहता हूँ. അല്ലാഹുവേ, എനിക്കെൻ്റെ ഭാര്യ വേണ്ട, എൻ്റെ മക്കളെ വേണ്ട, എനിക്കെൻ്റെ കൊട്ടാരം വേണ്ട, എനിക്കെൻ്റെ അധികാരം വേണ്ട, എനിക്കെൻ്റെ സമ്പത്തിൻ്റെ കൂമ്പാരം വേണ്ട. ഇബ്രാഹിമിൻ്റെ ശരീരവും മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ലേ? ഇബ്രാഹിം അദ്ഹം നിന്റെ മനസ്സിലത് മാറ്റമുണ്ടാക്കി. രാജാവ് ഓടിപ്പോവുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരം വലിച്ചെറിഞ്ഞ് മക്കയിൽ ചെന്ന അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ മുന്നിൽ കേവലം ഒരു സാധുവായി ജീവിക്കുകയാണ്. മലയിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്നിട്ട് മക്കയുടെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ച് ഹറമിൻ്റെ മുറ്റത്ത് കടന്നുറങ്ങുന്ന ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന ബൽഖായുടെ അധിപനെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ സമുന്നതനാക്കി മാറ്റിയത് ഈ ചിന്തയായിരുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറയാറുണ്ടായിരുന്നു, യാ അബ്ദല്ലാഹ് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അബ്ദുല്ലാഹ് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ദുന്യാവിൽ ഒരു പരദേശിയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നമ്മളൊക്കെ എന്തിനു വന്നതാ ഇവിടെ? കേവലം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ഇവിടെ എവിടെ പരതിയാലും കാണുകയില്ല. ഞാനിവിടെ ഒരാവശ്യത്തിന് വന്നതാണ്. ആ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ വന്നിടത്തേക്ക് തിരിച്ചു പോകും. നിങ്ങളൊക്കെ ഒരാവശ്യത്തിന് വന്നതാ. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇവിടെ കസേരകൾ മാത്രം ബാക്കിയാകും, ആളുകൾ ആരും ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ ഒരു കാര്യത്തിന് വന്നതാണ്. കാര്യം കഴിഞ്ഞാൽ തിരിച്ചു പോകും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ. ജിന്ദഗി ഇൻസാൻ കി ഹേ മനിന്ദെ മുർഎ ഹുസ്നവ ശഖ് പർ ബൈഠാ കോയി ദം ചഹചഹായ ഉഡ് ഗയാ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, വിദൂരത്ത് നിന്നൊരു കിളി പറന്നു വന്നു, വീട്ടിന്റെ മുറ്റത്തുള്ള വൃക്ഷത്തിന്റെ കൊമ്പിലിരുന്നു, അത് ചലപല ശബ്ദം മുഴക്കി, അല്പസമയം കഴിഞ്ഞത് പാറിപ്പോയി. ഒരു കുരുവി തൻ്റെ വീട്ടിന്റെ മുറ്റത്തുള്ള വൃക്ഷത്തിന്റെ മുകളിൽ എത്ര സമയമാണോ ഇരുന്ന് ചലപല ശബ്ദം മുഴക്കിയത്, അത്ര സമയമേ ആഖിറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ളൂവെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണല്ലോ ഹബീബ് പഠിപ്പിച്ചത്, അൽ കയ്യിസ്. കേട്ടോളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, 21-ാം നൂറ്റാണ്ടിൽ ചന്ദ്രനിൽ പോയെന്ന് അവകാശപ്പെടുന്നവന്റെ കാലഘട്ടത്തിൽ, ചൊവ്വയിൽ ഞങ്ങൾ അടുത്ത കാലത്ത് എത്തുമെന്ന് പറയുന്നവന്റെ കാലഘട്ടത്തിൽ, ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന കണ്ടെത്തൽ നടത്തുന്ന കാലഘട്ടത്തിൽ, ആ ബോധത്തോടു കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ നടത്തിയിട്ട് അന്തരീക്ഷത്തിൽ ശൂന്യാകാശങ്ങളിലൂടെ സഞ്ചരിക്കാനും സമുദ്രത്തിന്റെ ആഴിയിൽ അവന്റെ സങ്കേതങ്ങൾ കണ്ടെത്താനും മനുഷ്യൻ പഠിച്ച ഈ കാലഘട്ടത്തിൽ ബോധത്തോടെയാണ് ഞാൻ ഹദീസ് പറയുന്നത് എന്നർത്ഥം. അൽ കയ്യിസ്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ കയ്യിസു, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്നറിയാമോ? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ജീവിതം നശിച്ചു പോകും, ഈ ജീവിതം കരുപ്പിടിപ്പിക്കുന്നവനല്ല, മരണശേഷമുള്ള ജീവിതത്തിനായി ഈ ജീവിതം സമർപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ലില്ലാഹി ഇബാദൻ ഫൂതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ നളറു ഫീഹാ വലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ ജഅലുഹാ ലുജ്ജതൻ ഫത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സൂഫുനാ. അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരലോക ജീവിതത്തിൻ്റെ നന്മക്കായി ഐഹിക സുഖാഡംബരങ്ങൾ ഒളിഞ്ഞ് പരലോകത്തിന് വേണ്ടി ാണ് ബുദ്ധിമാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി അത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, നബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിലേക്ക് വന്നല്ലോ, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്നറിയുമോ? അണ്ടകടാഹം മുഴുവൻ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. അണ്ടകടാഹത്തിന്റെ ഒട്ടതിക്കും അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു പ്രവാചകനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊവ്വയിലെത്താൻ കഴിയുമോ എന്ന് പരീക്ഷണം നടത്തുന്നവന്റെ 21-ാം നൂറ്റാണ്ടുകാരാ, നിന്റെയും നിന്റെ നൂറ്റാണ്ടിന്റെയും 14 മുമ്പ് സംസ്കാരമറിയാത്ത കാട്ടതയ്ക്കൾക്കിടയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഇനി ഒരു ലോകത്തെ മനുഷ്യനും എത്തിച്ചേരാൻ കഴിയാത്ത തലങ്ങളിലേക്ക് മഹാനായ പ്രവാചകൻ
പ്രവാചകൻ എത്തിച്ചേർന്നത് ആ പ്രവാചകന്റെ വീട്ടിലേക്കാണ്. ഒരിക്കൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. വാതിലിനെ മുട്ടി, വാതിൽ തുറക്കപ്പെട്ടു. റസൂലുള്ളാഹി ഉറങ്ങി എഴുന്നേറ്റതാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. റസൂലുള്ളാഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാണ് വാതിൽ തുറന്നത്. റസൂലുള്ളാഹിന്റെ പുണ്യ പൂമേനി കണ്ടു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട രംഗം എന്താണെന്നറിയുമോ? ലോകത്തിന്റെ ഗുരു അൻതല്ലദീ മിന്നൂരികൽ ബദറു ഖതസാ വശംസു മുശ്രിഖത്തുൻ ബിനൂരി ബഹാകാ. ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണ്. ആ പൂമേനിയിലേക്ക് ഉമർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ റസൂലുള്ളാഹി ഉറങ്ങിയത് ഈത്തപ്പനയോല വെട്ടിയിട്ട നിലത്ത് കിടന്നുറങ്ങി. ഈത്തപ്പനയോലയുടെ മുകളിൽ. എന്നിട്ട് ഈ ലോക നേതാവിൻ്റെ ശരീരത്തിൽ ഈത്തപ്പനയോലയുടെ പാട് പതിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഉമർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങെന്തിനിത്ര കഷ്ടപ്പെടണം? സിദ്ദീഖില്ലേ അങ്ങയുടെ സിദ്ദീഖ്, ഉസ്മാനില്ലേ അങ്ങയുടെ ഉസ്മാൻ, ഉമറില്ലേ അങ്ങയുടെ ഉമർ, നബിയെ ഇവരോടൊക്കെ അങ്ങ് പറഞ്ഞാൽ അങ്ങേക്ക് എന്തും സാധിക്കുകയില്ലേ? റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ ഉമർ അങ്ങേക്ക് കിടക്കാൻ ഒരു വിരിപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് തരട്ടെയോ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലമതങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറേ. എന്തിനാണ് ഉമറേ ഒരല്പസമയം കടന്നുറങ്ങാൻ, ഒരല്പകാലത്തേക്ക് ഇത്ര വലിയ സുഖം? നമുക്ക് സുഖിക്കാനുള്ള ഇടം ആഖിറമല്ല ഉമറേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തിയ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കത്ര അത്ര അനർത്ഥമാണ്. തജ്മഊന മലാ തഅകുലൂൻ വതബ്നൂന മലാ തസ്കുനൂൻ. ഈ ഹദീസ് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങൾക്ക് അനർത്ഥമാണ്. കണ്ണൂർ ജില്ലക്ക് അനർത്ഥമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനർത്ഥമാണ് ഈ ഹദീസ്. തജ്മഊന മലാ തഅകുലൂൻ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും തിന്ന് തീരാത്തതാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്. വതബ്നൂന മലാ തസ്കുനൂൻ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതിലും അപ്പുറമുള്ള ബിൽഡിങ്ങുകളാണ്, വീടുകളാണ് നിങ്ങൾ എടുത്തു പൊക്കുന്നത് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഇദാ അസ്ബഹത ഫലാ തന്തളിറിൽ മസാ വഇദാ അംസൈത ഫലാ തന്തളിറിസ് സബാ. ഇദാ അസ്ബഹത, നീ രാവിലെ എഴുന്നേറ്റാൽ, ഫലാ തന്തളിറിസ് സബാ ഫലാ തന്തളിറിൽ മസാ, നീ ഒരു വൈകുന്നേരമുണ്ട് എന്ന് നീ വിചാരിക്കണ്ട. വഇദാ അംസൈത, നീ ഒരു വൈകുന്നേരം നിനക്ക് ലഭിച്ചാൽ, ഫലാ തന്തളിറിസ് സബാ, നീ ഒരു പ്രഭാതം പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അനർത്ഥമാണ് ഹദീസ്. കേവലം 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇരിക്കൂറിൻ്റെ ഭാഗത്തൊരു മരണമുണ്ടായല്ലോ. ഇരിക്കൂറിൻ്റെ ഭാഗത്തൊരു മരണമുണ്ടായി. നോമ്പ് തുറന്നു. മക്കളുണ്ട്, പേരമക്കളുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി മഗ്രിബ് നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പിന്നിൽ മക്കളും പേരമക്കളും ഒക്കെ നിന്നിട്ടുണ്ട്. ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഇമാമത്ത് നിൽക്കൂലല്ലോ. ഒരു തകരാറുമില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, എത്ര പെട്ടെന്നാണ് മരണം ഒരു മനുഷ്യനെ വന്ന് പിടികൂടുന്നത്. അയാൾ ഇമാമത്ത് നിന്നോ, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, അപ്പോഴും ഒരു കുഴപ്പവുമില്ല. സൂറത്ത് ഓതിയിട്ട് റുകൂയിലേക്ക് പോവുകയാണ്. സൂറത്ത് കഴിഞ്ഞ് റുകൂയിലേക്ക് പോകാൻ ഒരു മനുഷ്യൻ എത്ര സമയം വേണമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സൂറത്ത് ഓതിയിട്ട് റുകൂയിലേക്ക് പോയ ആൾ നേരെ സുജൂദിലേക്കാണ് എത്തുന്നത്. അതോടുകൂടെ മരിച്ചുപോയി. ഈ ഓതിക്കഴിഞ്ഞിട്ട് സൂറത്ത് ഓതിയിട്ട് റുകൂയിലേക്ക് പോകുന്ന സെക്കൻഡ് കൊണ്ട് ഒരാൾ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന രംഗം ഞാൻ ഏറ്റവും പുതിയൊരു വിവരം പറഞ്ഞുവെന്ന് മാത്രം. അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലമതങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്, അവരാ വിവരമറിയുന്നില്ല. വല്ലാത്തൊരായത്താണത്. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിന് പ്രകമ്പനം കൊള്ളിക്കേണ്ട ആയത്താണത്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്, പക്ഷെ അവരാ വിവരമറിയുന്നില്ല. അവൻ കടയിൽ വസ്ത്രം വാങ്ങാൻ പോയതാണ്. വൈകുന്നേരം അവൻ
നാളെയുടെ കല്യാണത്തിന് വസ്ത്രം വാങ്ങാൻ പോയ ആൾ വസ്ത്രം വാങ്ങി വരുമ്പോൾ അവനറിയില്ല നാളത്തെ കല്യാണത്തിന് പങ്കെടുക്കാനും കഴിയില്ല എന്ന്. ഇന്ന് രാത്രി തന്നെ അവന് കഫം ചെയ്തു പോകാനുള്ള ഉടമ്പടക്ക കഫപ്പുട അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവൻ ആ വിവരം അറിയുന്നില്ല. രാത്രി റബ്ബിന്റെ മുമ്പിൽ ഹിസാബ് ബോധിക്കേണ്ടവനാണ് അവനെന്നവൻ തിരിച്ചറിയുന്നില്ല. കമ്മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എത്ര ചെറുപ്പക്കാരാൻ കമ്മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവരുടെ കഫംപുട വന്നു കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി മാർഗം വരുന്നുണ്ട്. നാട്ടിലെ ടെക്സ്റ്റൈൽസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരം അവൻ അറിയുന്നില്ല. ഞാൻ ഓർത്തു പോകുന്നു, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് കബറടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. ഒരു ചെറുപ്പക്കാരൻ ആ മയ്യത്ത് കബറടക്കുന്ന സ്ഥലത്ത് പോയി മയ്യത്ത് കബറിലേക്ക് താഴ്ത്തി വെച്ചു, മൂടുകല്ലെടുത്ത് വെച്ചു. ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖ്റിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് മണ്ണിങ്ങനെ വാരിയെറിയുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു പോയി. ഞാൻ ആ സമയം ചിന്തിച്ചു പോയി, ഇന്നലെ ഉണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പോലും പൂർത്തിയാക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ല. ആഗ്രഹം പോലും സാധിക്കാതെയാണ് മണ്ണിലേക്ക് അല്ലാഹു തിരിച്ചു വിളിച്ചത്. റഹ്മുർറഹീമീനായ റബ്ബേ, അപകട മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ചിന്ത ഒരു മനുഷ്യനുണ്ടെങ്കിലേ അയാളുടെ ജീവിതം നന്നാവൂ. എനിക്ക് വൈകുന്നേരമില്ല. ഞാൻ ചോദിക്കട്ടെ, നാളെ ഈ സമയമാകുമ്പോൾ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട എത്ര പേരെൻ്റെ സദസ്സിലുണ്ട്? അല്ലാഹു അഅലം. നാളെ ഞാനിത് കളി പറയുകയല്ല. നാളെ ഈ സമയമാകുമ്പോൾ മുങ്കർ നക്കീറിന്റെ മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട, ജീവിതത്തിന്റെ കണക്ക് ബോധിക്കേണ്ട എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? അല്ലാഹു അഅലം. റബ്ബേ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആക്കല്ല തമ്പുരാനെ. ഹബീബായി നബി പറയുകയാണ്, അതുകൊണ്ട് ആ ബോധത്തോടെ വേണം ജീവിക്കാൻ. റസൂലുള്ളാഹി പറയുന്നു, ഒരാൾ മരിക്കാൻ പോകുമ്പോൾ മുഅ്മിനിന്റെയും അതേപോലെ മുഅ്മിനല്ലാത്തവന്റെയും മരണം രണ്ട് രീതിയിലാണ്. ഞാൻ വേഗം പറഞ്ഞിട്ട് കുറച്ച് ഖബറും കൂടെ പറയണം. ഇത് ഞാൻ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം വിഷയം പറയലല്ല, ഖൽബിന് പറയുന്നവൻ്റെ ഖൽബിനൊരു ബോധമുണ്ടാക്കലാണ്, പിന്നെ കേൾക്കുന്നവരുടെയും. അതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. ഈ ഒരു വിഷയം കേവലം 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഓരോന്നും പ്രതിപാദിച്ചു കഴിയുകയും പ്രയാസകരമാണ്. അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മരണമാസന്നമാകുന്ന സ്ഥലത്ത് ഒരാളുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതിയൊക്കെ നടക്കുന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. മുഅ്മിനായ ആളാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമത്രേ. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് മരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ചുറ്റുഭാഗത്തും വന്നിരിക്കും. സുന്ദരമായ രൂപത്തിലാണത്രേ അവർ വന്നിരിക്കുക. ചുറ്റുഭാഗത്തും അവർ വന്നിരിക്കുമ്പോൾ ഇയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോഴേക്കതാ തലയുടെ ഭാഗത്തുകൂടെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്തുകൂടെ വന്നിരിക്കും, തലയുടെ ഭാഗത്ത്. എന്നിട്ട് മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിനോട് പറയും, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിളവാൻ. അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് കടന്നു വരൂ എന്ന് മലക്കുകൾ പറയും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, മലക്കുകൾ വരുമത്രേ ആദ്യം മുഅ്മിനായ മനുഷ്യൻ്റെ അടുത്ത്. കാലുകളുടെ ഭാഗത്തുകൂടെ അയാളുടെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ നമസ്കാരങ്ങൾ തടസ്സമാവുകയാണ്. കൈകളുടെ ഭാഗത്തുകൂടെ കയറാൻ ശ്രമിക്കും, സ്വതകകൾ തടസ്സമാവുകയാണ്. തലയുടെ ഭാഗത്തുകൂടെ കയറാൻ ശ്രമിക്കും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമ്പുകളും ദിക്റുകളും തടസ്സമാവുകയാണ്. അള്ളാഹുവിനോട് മലക്കുകൾ പറയുമത്രേ, അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പിടിക്കാൻ ഞങ്ങൾ എങ്ങനെ ഇയാളുടെ ശരീരത്തിൽ
വേദനത്തിലേക്ക് കടക്കും. കാലുകളാണെങ്കിൽ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ നിന്ന് നീര് കെട്ടി വീർത്ത കാലുകളാണ് റബ്ബേ. ആ കാലുകളെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല തമ്പുരാനെ. അള്ളാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഉയർന്നാൽ ആ മനുഷ്യൻ മലക്കുകളെക്കാളും ഉയരും. മലക്കുകൾക്ക് അയാളോട് ദയ തോന്നുകയാണ്. ത്തിന്റെ വേദന അത്രയും ശക്തമാണ് റബ്ബേ. കൈകളിലൂടെ ഞങ്ങൾക്ക് പ്രവേശിക്കാൻ തോന്നുന്നില്ല തമ്പുരാനെ. കൈകൾ കൊണ്ട് ഇയാൾ ചെയ്തു കൂട്ടിയ നന്മകൾ അത്രയും ധാരാളമാണ് റബ്ബേ. തലയുടെ ഭാഗത്തുകൂടെ കയറാനും തോന്നുന്നില്ല. പടച്ച റബ്ബേ, ഇയാൾ നോമ്പ് നോറ്റതും നന്മ ചെയ്തതും ദിക്റ് ചൊല്ലിയതും നല്ലത് പറഞ്ഞതും അത്ര ധാരാളമാണ്. അള്ളാഹു പറയും, മലക്കുകളെ എൻ്റെ പേര് കാണിച്ചു കൊടുക്കൂ എൻ്റെ അടിമക്ക്. എന്നെ സ്നേഹിച്ചവൻ്റെ എൻ്റെ നാമം കാണിച്ചു കൊടുക്കൂ. എൻ്റെ നാമം കാണുമ്പോൾ അതിലേക്ക് സമാധാനത്തോടെ അവൻ തിരിച്ചു വന്നുകൊള്ളുമെന്ന് പറയുമ്പോൾ മുങ്കറിന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം റബ്ബിൻ്റെ നാമം കാണിച്ചു കൊടുക്കും അത്രേ മുഅ്മിനിൻ്റെ മുമ്പിൽ. കാരണം മുഅ്മിൻ ജീവിച്ചത് അവന് വേണ്ടിയാണ്. മുഅ്മിൻ സമർപ്പിച്ചത് മുഴുവൻ ആ റബ്ബിനാണ്. ആ റബ്ബിലേക്കാണ് പോകുന്നതെന്ന് കാണുമ്പോൾ അവൻ്റെ വേദനകളെല്ലാം അവൻ മറന്നു പോവുകയാണ്. അത് കാണുമ്പോൾ അവൻ വേദന മുഴുവൻ മറന്നു പോകും. അപ്പോഴാണ് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം, ഞാനിത് കഥ പറയുകയല്ല, ഒരു പക്ഷേ അടുത്ത സെക്കൻഡിൽ എനിക്കും നിങ്ങൾക്കും വരാനുള്ളത്, അല്ലാഹുവേ ദയാലുവായ റബ്ബേ, ഈ നന്മകളൊക്കെ അതിൻ്റെ ലഘൂകരണമാക്കി തരണമേ തമ്പുരാനെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തലയുടെ ഭാഗത്ത് നിന്നപ്പോൾ അസ്റായീൽ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, മുഅ്മിനിന്റെ ആത്മാവിനോട് അല്ലാഹുവിൻ്റെ തൃപ്തിയിലേക്ക് പുറപ്പെടാൻ പറയും. അപ്പോൾ ആത്മാവത വളരെ പതുക്കെ മലക്കുകൾ പിടിച്ചെടുക്കുകയാണ്. വളരെ പതുക്കെ പിടിച്ചെടുക്കുകയാണ്. ആത്മാവ് പിടിക്കാൻ തുടങ്ങുന്നത് എവിടെ മുതലാണെന്നറിയുമോ? കാല് മുതലായിരിക്കും. കാലിൻ്റെ തള്ള വിരൽ മുതലാണ് ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുക. ഒരു മലക്കല്ല, ഒരു സംഘം മലക്കുകൾ, 70,000 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരുന്നത് എന്ന് കാണാം. 7,000 മലക്കുകളാണ് എന്നും കാണുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, കേവലം 5 അടി പൊക്കമുള്ള ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ 70,000 മലക്കുകളാണത്രേ. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഈ മലക്കുകളങ്ങ് ആഴ്ന്നിറങ്ങും. ഓരോ കോശത്തിനും ജീവനുണ്ടല്ലോ, ഓരോ കോശത്തിനും ജീവനുണ്ട്. ശാസ്ത്രം അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ശാസ്ത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ ത്തിനും ജീവനുണ്ട്. കോശത്തിന് ജീവനുള്ളത് കൊണ്ടാണ് മനുഷ്യ ശരീരം വളരുന്നത് എന്ന് ഭൗതിക ശാസ്ത്രം. എന്നാൽ ശാസ്ത്രമേ കേട്ടോളൂ, മനുഷ്യ ശരീരം തളർന്നു പോകുന്നത് കോശം നശിക്കുമ്പോഴാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ ഒരു മനുഷ്യൻ എങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നത്? അയാളുടെ എല്ലാ കോശങ്ങളെയും അള്ളാഹു തളർത്തിക്കളയുകയാണ്. ഇങ്ങനെ മലക്കുകൾ കോശത്തിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങും. ആഴ്ന്നിറങ്ങിയിട്ട് ആ കോശങ്ങളുടെയൊക്കെ വളരാൻ അടിസ്ഥാനമായ റൂഹിനെ കോശങ്ങളിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. ഓരോ കോശത്തിൽ നിന്നും പിടിച്ചിങ്ങനെ വലിക്കും. പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ കൈയിട്ടടിക്കുകയാണ്, കാലിട്ടടിക്കുകയാണ്, തല ചുമരിൽ വെച്ച് ചതക്കുകയാണ്. എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നുന്നു. മരണത്തിൻ്റെ വേദന ഇങ്ങ് വരുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് മൂത്രക്കല്ലിൻ്റെ അസുഖമുണ്ടത്രേ. ഉള്ളവർ ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാകും. അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അത്തരം രോഗത്തിൽ നിന്ന് റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അത് അനുഭവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, മൂത്രക്കല്ലിൻ്റെ വേദന വന്നപ്പോൾ തലേ ദിവസം വന്നു, രാത്രി വന്നു. എന്നോട് പറഞ്ഞു, നേരത്തെ ഉള്ളത്ര കഠിനമായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അത്ര കഠിനമാണോ? എന്നോട് പറഞ്ഞു, വേദന ഇങ്ങ് വന്നാൽ ബാത്റൂമിൽ പോകണമെന്ന് തോന്നും, പോയാൽ ബാത്റൂമിൽ പോകാനുണ്ടാവുകയില്ല. മൂത്രമൊഴിക്കണമെന്ന് തോന്നും, മൂത്രമൊഴിക്കാനുണ്ടാവുകയില്ല. ഇരിക്കുമ്പോൾ നിൽക്കണമെന്ന് തോന്നും, നിൽക്കുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും. കേവലം മൂത്രം പോകുന്ന വഴിയിൽ ഒരു തടസ്സമുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന വേദനയാണിത്. എന്നാലോ 70,000 മലക്കുകളും ഒരു ശരീരത്തിലേക്ക് അങ്ങ് കയറിയിട്ട് ആ ശരീരത്തിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുകയാണ്. വല്ലാത്ത രംഗമാണത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആരാണ് ഇബ്രാഹിം നബി എന്ന് ചിന്തിക്കണം. ആകെ ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ കബ് पर किसी का इम्तिहान मकसूद है
അള്ളാഹുവിന് വേണ്ടി തീകുണ്ടാരം ഏറ്റുവാങ്ങിയാൽ നമ്രൂദ് പറഞ്ഞു, എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഇല്ലടാ തമ്പാടി, നിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല, ഈ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തലകുനിക്കുവെന്ന് പറഞ്ഞിട്ട് തീകുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്നയാളാണ്. സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇറക്കാൻ കത്തിൽ കൈവച്ച, കഴുത്തിൽ കത്തിവച്ചയാളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇന്നും ലോകത്തെ എല്ലാ ജനങ്ങളും എത്തിച്ചേരുന്ന ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ തൃക്കരങ്ങൾ കൊണ്ടാണല്ലോ. അത്രയും അള്ളാഹു ആദരിച്ചൊരു മനുഷ്യൻ മഹാനവറുകൾ വഫാത്തായി റബ്ബിൻ്റെ സന്നിധിയിൽ ചെന്നു. അള്ളാഹു ചോദിച്ചു, ഇബ്രാഹിം നബിയെ മരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവേ, മരണം എനിക്ക് അനുഭവപ്പെട്ടത് നനച്ചു വെച്ചിരിക്കുന്നൊരു പഞ്ഞിയുടെ കൂട്ടത്തിലേക്ക് ഒരു മുള്ളുള്ള കമ്പങ്ങ് കടത്തിയിട്ട് ആ കമ്പ് പുറത്തേക്ക് വലിക്കുമ്പോഴെങ്ങനെയാണോ ആ കമ്പ് പുറത്തു വരിക, അതുപോലെയാണ് മരണം എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തായിരിക്കും ആ രംഗം? റബ്ബേ നീ എളുപ്പമാക്കി തരണേ അല്ലാ. പിന്നെ അട്ടഹാസം കേൾക്കാത്തത് എന്താ? പിന്നെ എന്താ മനുഷ്യൻ എഴുന്നേറ്റ് ഓടാത്തത്? ബേജാറായി വെപ്രാളപ്പെട്ട് അനങ്ങാതെ കിടക്കുകയാണവൻ. ചുറ്റുഭാഗത്തും മക്കളുണ്ട്, അവരോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. നാവനക്കൊന്നു അനക്കാൻ കഴിയുന്നില്ല, കയ്യനക്കൊന്നു അനക്കുന്നില്ല. വളരെ ദയനീയമായി മക്കളെ നോക്കി കണ്ണുനീർ പൊടുക്കുകയാണ്. ഈയിടെ ഒരു മയ്യിത്തിനെ കുറിച്ച് ഞാൻ കേട്ടു. മരിച്ച സമയം മുതൽ കഫം ചെയ്യുന്നത് വരെ രണ്ട് കണ്ണിലൂടെയും കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാണത്രേ. എന്തിനാണാവോ അയാൾ കരഞ്ഞത്? മരിച്ചു കിടക്കുന്ന അയാളുടെ അടുത്ത് നിന്നിട്ട് ശീലക്കട്ടം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒപ്പിയെടുക്കുകയാണ് ഒരു മയ്യിത്തിനെ കുറിച്ച്. ഒരാൾ എന്നോട് പറയുന്നു, കഫം ചെയ്യുന്നവരെ കണ്ണുനീർ തുടക്കുന്നു. മരിച്ചത് മുതൽ എന്തോ കണ്ട് കരഞ്ഞതാവാം, അറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതാണ് രംഗമെന്ന് മുഹമ്മദ് മുസ്തഫ. അസ്രായീൽ അലൈഹിസ്സലാം മലക്കുകൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും, പിടിച്ചു വലിക്കും. അവർ മുട്ട് വരെ എത്തുമ്പോൾ ഒരു സംഘം മാറും, രണ്ടാം സംഘം വരും. മുട്ട് മുതൽ ഉര വരെ രണ്ടാം സംഘം, ഉര മുതൽ നെഞ്ചു വരെ മൂന്നാം സംഘം, നെഞ്ചു മുതൽ തൊണ്ട വരെ നാലാം സംഘം. തൊണ്ടയിൽ ഊഹെത്തിയാൽ പിന്നെ അസ്രായീൽ ഒരേറ്റ പിടിച്ചു വലിയാൻ. ആ രംഗം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു കൊല്ലത്തെ റമദാനിലാണ് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നായകൻ മരിച്ചതെങ്ങനെ നമ്മളൊക്കെ കണ്ടതല്ല. വാർഷികം ആഘോഷിക്കുകയാണത്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നായകൻ മരിക്കുന്നത് പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഇടക്കാണ്. പത്രക്കാരെ നോക്കിക്കൊണ്ടിരുന്ന അയാൾ പിന്നെ എങ്ങോട്ടോ നോക്കുന്നു. എന്ത് എന്നയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. കസേരയിൽ കൊണ്ടുപോയിരുത്തുന്നു. അയാൾ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു. അല്ലാഹുവേ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അസ്രായീലിനെ കാണും. ഫകശഫന അൻക ഗിതാഅക്. ഇതൊന്നും നിഷേധിക്കണ്ട. 21-ാം നൂറ്റാണ്ടുകാരായി ഇത് നിഷേധിക്കണ്ട. നിന്റെ കണ്ണിനെ കാണാൻ കഴിയാത്ത പലതും ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് നീ പഠിപ്പിക്കുന്നില്ലേ? ഈ വിശാലമായ പ്രപഞ്ചം പോലും ആറ്റം കൊണ്ടുണ്ടായതാണെന്ന് നീ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആറ്റം കാണാൻ കഴിയില്ല എന്നും നീ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഫകശഫന അൻക ഗിതാഅക് ഫബസറുക യൗമ ഹദീദ്. മരിക്കാൻ പോകുമ്പോൾ അല്ലാഹു കണ്ണിന്റെ മൂടി അങ്ങ് മാറും. അപ്പോൾ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനെ കാണുന്നതാണ്. അല്ലാഹു നല്ല മരണം പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനാണെങ്കിൽ അയാളുടെ റൂഹ് വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന പോലെ പുറത്തേക്ക് വരും. അതുമായി മലക്കുകൾ പോവുകയാണ്. അപ്പോഴേക്ക് പ്രപഞ്ചത്തിൽ എന്തെന്നില്ലാത്ത പരിമളമുണ്ടാകും. അങ്ങനെ ഒരു ചെറിയ പരിമളമൊക്കെ നമുക്ക് പലരുടെയും മരണത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ, മുഅ്മിനീങ്ങൾക്ക് അത് അനുഭവപ്പെടും. മഹാന്മാർ മരിച്ച ദിവസം പ്രത്യേകമായി തിരിച്ചറിയാനും കഴിയും. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. എന്തിനേറെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ ദിവസം അല്ലാഹു ആ മഹാന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഉപ്പയായിരുന്നു.
ഈ സമുദായത്തിൻ്റെ പിതാവായിരുന്നു, ഈ സമുദായത്തിൻ്റെ തണലായിരുന്നു. മരിച്ച ദിവസം പ്രപഞ്ചം പോലും കരഞ്ഞു മഴ പെയ്തു. പക്ഷേ മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായപ്പോൾ അതിനനുസൃതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തു. മോശപ്പെട്ട ആളുകൾ മരിച്ചാൽ ആകാശഭൂമി അവർക്ക് വേണ്ടി കരയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നല്ലവൾ മരിച്ചാൽ കരയുമെന്നതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? പടച്ചോനെ, ഒരു ദിവസം പോലും ശരിക്ക് കടന്നുറങ്ങാൻ ഞങ്ങളൊക്കെ കടന്നുറങ്ങിയ പോലെ ഒരു ദിവസം പോലും കടന്നുറങ്ങാൻ കഴിയാതെ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു വന്ന ആ മഹാൻ റബ്ബേ, ആ മഹാന്റെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാ. മലക്കുകൾ ഈ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവുമായി അങ്ങ് പിടിച്ചുപോയാൽ പിന്നെ പ്രപഞ്ചത്തിൽ എന്തെന്നില്ലാത്ത പരിമളമുണ്ടാകും. ഒന്നാം ആകാശത്തിലെത്തും. ഒന്നാം ആകാശത്തിന്റെ കവാടം മലക്കുകൾ തുറന്നു കൊടുക്കും. അങ്ങനെ ആകാശങ്ങൾ കയറും. 7 ആകാശത്തിന് മുകളിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാകും. ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലീൻ വർജിഉഹു ഇല ദുനിയ ഫഇന്നി ഖലഖതുഹു മിൻഹാ വഫീഹാ ഉഈദു വമിൻഹാ ഉഖ്രിജുഹു തറതൻ ഉഖറാ. എൻ്റെ അടിമയുടെ കിതാബ് നിങ്ങൾ എല്ലീനിൽ രേഖപ്പെടുത്തണം. അവനെ നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഭൂമിയിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. ഭൂമിയിലേക്ക് തന്നെ ഒന്നുകൂടെ ഞാൻ അവനെ മടക്കും. വമിൻഹാ ഉഖ്രിജുഹു തറതൻ ഉഖറാ. ഒരിക്കൽ കൂടെ ഭൂമിയിൽ നിന്ന് ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. ഈ വചനങ്ങൾ വരുമ്പോഴേക്ക് മലക്കുകൾ റൂഹുമായി ഭൂമിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അയാളുടെ വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മയ്യിത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്. മയ്യിത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിൽക്കട്ടെ, ഇനി മോശപ്പെട്ട ആളുടെ രംഗം പറയാം. ഖബറിൻ്റെ ചില വിഷയങ്ങളൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് പറയാം. മോശപ്പെട്ടയാളാണെങ്കിലോ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മോശപ്പെട്ട ആളാണെങ്കിൽ ഇയാൾ മരിക്കാൻ പോകുമ്പോൾ തന്നെ ഇയാളുടെ ചുറ്റുഭാഗത്തും കറുത്തിരണ്ട രൂപത്തിൽ നരകത്തിലെ കരിമ്പടങ്ങളുമായി മലക്കുകൾ വന്നിരിക്കുകയായി. ഇവരെ കാണുമ്പോഴേക്ക് ഇയാൾ വെപ്രാളപ്പെടും. നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. സംസാരിക്കാൻ കഴിയുന്നില്ല. ഇയാളാകെ വെപ്രാളപ്പെട്ടു പോകുന്നു. നാവാരോ പിടിച്ചു വച്ച പോലെ. അപ്പോഴേക്കതാ മഹാനായ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്തുകൂടെ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കും. അസ്റായീലിനെ അവൻ കാണാൻ തുടങ്ങുകയാണ്. അതോടുകൂടെ വെപ്രാളമായി, ബേജാറായി, വല്ലാത്ത വിഷമമായവന് അസ്റായീൽ പറയും, ഖുർജി. ഇവന്റെ ആത്മാവിനോട് പറയും, ഇങ്ങ് വാടോ, റബ്ബ് വിളിക്കുന്നുണ്ട് നിന്നെ എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ് പുറപ്പെടാൻ കൂട്ടാക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ലോകം എത്രമേൽ കണ്ടെത്തൽ നടത്തി? എവിടെ എത്തി ലോകം? ലോകമേ, മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകലാണെന്ന്. എന്നാൽ ഈ ആത്മാവൊന്ന് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? റബ്ബിൻ്റെ ചോദ്യമാണിത്. ലോകം മുഴുവൻ തലകുനിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾക്കിതിന് കഴിയുമോ? യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവിൻ്റെ രഹസ്യം എന്താണെന്ന് ആളുകൾ ചോദിക്കുന്നു. ഖുൽ റൂഹു മിൻ അംരി റബ്ബി. അതെൻ്റെ റബ്ബിൻ്റെ കാര്യമാണ്. മനുഷ്യനതിൽ കൈകടത്തൽ നടത്താനും കഴിയില്ല എന്ന് പറഞ്ഞേക്കണേ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബ്ബിൻ്റെ കൽപ്പന. പത്രത്തിലൊക്കെ ഇടയ്ക്ക് നമ്മൾ കണ്ടല്ലോ, മനുഷ്യ ജീനിൻ്റെ സ്വഭാവം വായിച്ചെടുക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു കാലവും കൂടെ കഴിഞ്ഞാൽ മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ശാസ്ത്രം പറയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഖിയാമത്ത് നാൾ വരെ ലോകമേ നിങ്ങൾക്കതിന് കഴിയില്ല. നിന്നെ എന്ത് ചെയ്യുമെന്നറിയുമോ? ആൾക്കാരൊക്കെ വന്നിട്ട് വേം പറയും കുളിപ്പിക്കുക എന്ന് പറയും. ഈ അടുത്തൊരു മയ്യത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വരാണ്ട്, മോൻ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, മോൻ വരാൻ കാത്തിരിക്കണ്ട, കുളിപ്പിച്ച് കഫം ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാം. മോനെ വന്നിട്ട് ആ മുഖത്തെ തുണി ഒന്ന് നീക്കി കാണിച്ചു കൊടുത്തിട്ട് അപ്പാടെ മൂടിയിട്ട് ഖബറിലേക്ക് വെക്കാം. साथी नहला के तुझको साथी कफना के ले चलेंगे. നിന്നെ കഫം ചെയ്തിട്ട് കൊണ്ടുപോകും. പരം വിരിച്ചുമ്മാ വിട്ട് ചുങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലെ? കഥ എന്തെന്നറിവുണ്ടോ?
ആളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ കഫനാലേക്ക് ചലെ ജായെങ്കെ പടുക്കർ ജനാസാ തരാ ഫിർ സാത്ത് ചോട് ദേങ്കെ. വല്ലാത്തൊരു വാക്കാണിത്. അല്ലാമ ഇഖ്ബാലിൻ്റെ വാക്ക്. പടുക്കെ ജനാസാ തേരെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നിന്നിട്ട് നിന്റെ മയ്യിത്ത് നിസ്കരിക്കും ജനാസ, എന്നിട്ടോ സാത്ത് ചോട് ദേങ്കെ, എല്ലാവരും കൂടി നിന്നെ ഖബറിലേക്ക് കണ്ടിറക്കി വെക്കും. എന്നിട്ടോ ഫിറായേ സബ് ലോഗ് ഹംരാ ഗർ ഗയേ തോ അമാൽ ഗയേ, പിന്നെ എല്ലാവരും തിരിച്ചു വരും. നീയും നീ ചെയ്ത അമലുകളും മാത്രം. അർഹമുർ റഹീമീനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾ നീ നന്മ ചെയ്തവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ നന്മ ചെയ്യാനുള്ള സന്ദേശം ഉൾക്കൊണ്ട് ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. പടച്ച റബ്ബേ, 12 ദിവസത്തിനിടക്ക് 11 ദിവസത്തിനിടക്ക് അല്ലാഹുവേ ഇൽമു കുറഞ്ഞവനാ സംസാരിച്ചത്. പടച്ചോനെ ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ. പടച്ചോനെ ഒരാരുടെയും സർട്ടിഫിക്കറ്റിനല്ല റബ്ബേ, നീ തന്ന ഈ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്തുവെന്ന് നീ ചോദിക്കുമ്പോൾ ഒരു ശുക്റിനും പടച്ച റബ്ബേ ഇൽമുള്ളത് കൊണ്ടുമല്ല, പറയാനും പഠിപ്പിക്കാനും ഒക്കെ അർഹർ ഇവരാണ്. ഇരിക്കുന്ന പണ്ഡിത നിരയാണ്. പടച്ച റബ്ബേ, നിന്റെ വിധിയായതുകൊണ്ടാകാം ഒരു 12 ദിവസം 11 ദിവസം ഇവിടെ ശബ്ദിക്കണമെന്ന് ഈ സ്ഥലത്ത് നിന്റെ വിധി തട്ടി മാറ്റാനും കഴിയില്ലല്ലോ. പടച്ച റബ്ബേ, ഇത് നീ തന്ന ശരീരത്തിലുള്ള ശുക്റായി ഖബൂൽ ചെയ്യണേ അല്ലാ. പടച്ചോനെ, കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. റഹ്മുർ റഹീമീനായ റബ്ബേ, അതിനൊക്കെ ഉള്ള ദണ്ഡമായി പരിഹാരമായി ഇത് നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, ഇത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. പടച്ചോനെ, ഞാൻ പറഞ്ഞ ഓരോ വാക്കിന് പിന്നിലും അല്ലാഹുവേ എനിക്ക് ശക്തി പകർന്നത് എൻ്റെ ഉസ്താദുമാരാണ്. ഞാൻ ഓർത്തു പോകുന്നു ചമ്മാടയോ ബാപ്പുട്ടി ഹാജി അവറുകളെ അവറല്ലാഹു മറഖദ, അവരാണ് വിദേശത്ത് കടൽ താണ്ടി മണനാരണ്യങ്ങൾ താണ്ടി പോയിട്ട് ആരാൻ്റെ മുമ്പിൽ പോയി യാചിച്ചുണ്ടാക്കി പണം കൊണ്ടുവന്ന് പഠിപ്പിച്ചതാണ്. പടച്ച റബ്ബേ, സമുദായത്തിന് സേവനം ചെയ്യാൻ റഹ്മുർ റഹീമീനായ റബ്ബേ, ആ മഹാൻ മണ്ണിനടിയിലാണ്. എം ബഷീർ മുസ്ലിയാർ മണ്ണിനടിയിലാണ്. CH ഹൈദറോസ് മുസ്ലിയാർ. പടച്ച റബ്ബേ, ഒരു സ്ത്രീ പോലും ഇട്ട് നടക്കാറുണ്ടായിരുന്നില്ല CH ഹൈദറോസ് മുസ്ലിയാർ. റബ്ബേ, അവർ മണ്ണിനടിയിലാണ്. അവർ തന്ന സ്നേഹം, അവർ തന്ന ഇൽമ്, അങ്ങനെയുള്ള ഉസ്താദുമാർ റബ്ബേ നാട്ടിലും മറുനാട്ടിലുമുള്ള ഒരുപാട് ദാൽഹുദായെ സ്നേഹിച്ച ഒരുപാട് മനുഷ്യന്മാർ അവരുടെ വിയർപ്പിൻ്റെ രക്തത്തിൻ്റെ അംശം തന്ന് വളർത്തിയുണ്ടാക്കിയതാണ്. ഈ ശരീരം അവരോട് കടപ്പെട്ടതാണ്. ഈ ശരീരം അവരോട് കടപ്പെട്ടതാണ്. റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ദാറുൽ ഹുദായുടെ മാതൃകാ യോഗ്യനായ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, റഹ്മുർ റഹീമീനായ റബ്ബേ, അവരൊക്കെ പോയി മറഞ്ഞു. പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ മതിയായത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ അക്ഷരത്തിന് പിന്നിൽ ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുമായി ബന്ധം നിലനിർത്തുന്നവർ, അവരൊക്കെ ആഗ്രഹിച്ചത് ഈ ഒരു പ്രാർത്ഥനയാണ്. പടച്ച തമ്പുരാനെ, അവർക്ക് നീ മതിയായത് നൽകണമേ തമ്പുരാനെ, മതിയായത് നീ നൽകണേ അല്ലാ. പടച്ചോനെ, എന്നെ പഠിപ്പിക്കാൻ അയച്ച എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, എൻ്റെ ഒരു സൗഭാഗ്യവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ആളാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. എൻ്റെ ഒരു സൗഭാഗ്യവും കണ്ടിട്ടില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് വാപ്പ എൻ്റെ കയ്യും പിടിച്ച് മക്കയിൽ പോയി ഉപ്പയൊരു ഹജ്ജ് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. പാസ്പോർട്ട് ഞാൻ എടുപ്പിച്ചു പഠിക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോഴേക്ക് പിന്നെ ഹജ്ജിന് പോകാൻ ഉപ്പാക്ക് വിധിയുണ്ടായില്ല. അതിനു മുമ്പേ രോഗിയായി കിടന്നു, പോകാൻ കഴിയാത്ത വിധമായി പോയി. വാപ്പാക്കൊരു സൗഭാഗ്യവും കാണാൻ കഴിഞ്ഞിട്ടില്ല. റഹ്മുർ റഹീമീനായ റബ്ബേ, ഖബർസ്ഥാനിൻ്റെ കാടുകൾക്കുള്ളിൽ 2 മീസാൻ കല്ലുകൾ മാത്രമായി ബാഹ്യ ലോകത്തിൻ്റെ ഉപ്പ അവശേഷിക്കുകയാണ്. അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന എൻ്റെ ഉമ്മയാണ് ഇപ്പോൾ എൻ്റെ എല്ലാറ്റിൻ്റെയും നിധി. എൻ്റെ ഉമ്മയാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ. എൻ്റെ പിൻബലം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ കൂടെ നഷ്ടപ്പെടുന്ന ഒരു സമയം എനിക്ക് ഓർക്കാൻ കഴിയാറില്ല. എപ്പോഴും ഞാൻ ഉമ്മയോട് പറയും, പലതും ഞാൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ, എനിക്ക് ചെറിയ ഷുഗറിൻ്റെ അസുഖമുള്ളത് കൊണ്ട് വാപ്പാക്കുണ്ടായിരുന്നു. ഭക്ഷണം ഞാൻ കഴിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ മധുരമുള്ളത് കഴിക്കൂല. വീട്ടിലൊരു മാങ്ങ കൊണ്ടുവന്നാൽ ആ മാങ്ങയുടെ ഒരു ഭാഗം എടുത്തു വെക്കും. ഉമ്മ എനിക്ക് ഇപ്പോഴും വന്നാൽ എനിക്ക് എടുത്തു തരും. ഞാൻ തിന്നാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ എന്നോട് പറയും, തിന്നിട്ട് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഉമ്മ മരിക്കുന്നത് എനിക്ക് വിഷമമില്ല, അങ്ങയുടെ മുമ്പേ കണ്ണടയണമെന്നേ ആഗ്രഹമുള്ളൂ. ഉമ്മയില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് മാത്രം വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന
കാര്യം കൂടെ ഈ 12 ദിവസവും നമ്മൾ ചിലവാക്കിയതും പരിചയപ്പെട്ടതും ഒന്നിന് മാത്രമാണ്. ഈ പരിചയം കൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കാൻ ഇട വരാൻ സാധ്യതയുണ്ട്, മരിച്ചങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നാട്ടിൽ ഒരു മയ്യിത്ത് നമസ്കാരം ഈ സാധുവായ എനിക്ക് വേണ്ടി നിങ്ങൾ നടത്തണം. നമ്മളെ ഉസ്താദുമാർക്കൊക്കെ അതാണ് ഇതുകൊണ്ടോലൊക്കെ ആഗ്രഹിക്കുന്നത്. അതേപോലെ നിങ്ങൾ പടച്ചോനെ അയാൾക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയണം. അതുമാത്രമാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഈ സ്നേഹബന്ധം പോലെ സ്വർഗത്തിലും നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.